പിന്നെ കൊല്ലത്ത് 2016 കൊല്ലത്തിൽ നിന്ന് ഒരു MLA മാരും ഉണ്ടായിരുന്നില്ല UDF-ന്. കൊല്ലത്ത് ഞങ്ങൾ പൂജ്യമായിരുന്നു 2016. 2021 ഞാനും കരുനാഗപ്പള്ളിയിൽ നിന്ന് ശ്രീ മഹേശൻ ജയിച്ചു. രണ്ടുപേര് ജയിച്ചു. ചില സീറ്റുകൾ ചെറിയ മാർജിനിൽ തോറ്റു, ചവറ, കൊല്ലം, കുന്നത്തൂരൊക്കെ. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് RSPയുടെ 10 സീറ്റ്, ലീഗിൻ്റെ 3 സീറ്റ്, കോൺഗ്രസിൻ്റെ 13 സീറ്റ്, 26 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് AK ഹഫീസ് മേയറാണെന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഹഫീസ് ഒരു മീഡിയയ്ക്ക് മുമ്പിൽ ഒരു പുതിയ ആളായിരിക്കാം, അത്ര ഒരു മീഡിയ ഫ്രണ്ട്ലി ഒന്നുമല്ല. പക്ഷേ കൊല്ലത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി KSU, യൂത്ത് കോൺഗ്രസ്, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ DCCയുടെ ഉപാധ്യക്ഷ എന്ന നിലയിൽ, ഇപ്പോൾ INTUCയുടെ ജില്ലാ പ്രസിഡന്റ് നിലയിൽ കൊല്ലത്തുകാർക്ക് സുപരിചിതനായിരുന്നു. അഴിമതി രഹിതമായ സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതും നമുക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയി. അപ്പം കൊല്ലത്തിനത് ഗുണമായി. പിന്നെ ഞങ്ങൾ ശ്രീ പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര അവിടെ നടത്തി, കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും. എന്നിട്ട് അതിൻ്റെ ചാർജ് ഷീറ്റ് ആ പരിപാടികളിൽ ശ്രീ KC വേണുഗോപാൽ, ശ്രീ VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, കേരളത്തിലെ പിന്നെ കോൺഗ്രസിൻ്റെ ഷിബു ബേബി ജോൺ അടക്കമുള്ള UDF-ൻ്റെ എല്ലാ നേതാക്കന്മാരും എത്തി. അപ്പം പാണക്കാട് തങ്ങൾ വന്നു ക്യാമ്പയിൻ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഞങ്ങളൊരു എഫേർട്ട് എടുത്തു. നല്ല കാൻഡിഡേറ്റ്സിനെ വെച്ചു, റിബലുകളെ മാനേജ് ചെയ്തു. 30 വർഷത്തെ ആൻറ്റി ഇൻകംബൻസി. ഞങ്ങൾ പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഈ കോലം മാറും, ഈ കൊല്ലം മാറും, ഈ കൊല്ലം മാറും, ഈ കോലം മാറും, ഈ കൊല്ലം മാറും, അത് ഈ കൊല്ലം മാറും. അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് ഞങ്ങൾ ഉപകാരമൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ കൊല്ലത്ത് എത്രയോ കാലമായി കൊല്ലത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും, UDF-ൻ്റെ. ഇപ്പോൾ കൊല്ലത്തെ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എത്രയോ പതിറ്റാണ്ടുകളായി കൊല്ലത്തിൻ്റെ മനസ്സറിയുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ജനങ്ങളത് ഏറ്റെടുത്തു. ജനങ്ങളാണ് പ്രധാനം. ജനങ്ങൾ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചു, ഒരു മാറ്റം അവരാഗ്രഹിച്ചു, മാറ്റത്തിന് വേണ്ടി നിന്നു, വോട്ട് ചെയ്തു, ജയിച്ചു. ഇനി അത് വിനയത്തോടു കൂടി ആ വിജയത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകും.